ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാ റെഡ്മി നോട്ട് 10 ആണ് നാം അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇത് ഫുൾ HD AMOLED ഡോട്ട് ഡിസ്പ്ലേയും ക്യാമറയിൽ വരുമ്പോൾ 48 മെഗാ പിക്സൽ ക്യൂട്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതാ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേ AMOLED ഡോട്ട് ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ക്യാമറ 48 മെഗാ പിക്സൽ. പിന്നെ ബാറ്ററിയിൽ വരുമ്പോൾ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതേപോലെ 33 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറിങ് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 678ൻ്റെ പ്രൊസസ്സറും. പിന്നെ ഇതിൽ വരുന്നത് സെൽഫി ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ AI സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്തിട്ട് കാണാം. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. 4GB റാമും 64GB ഇൻ്റർണൽ സ്റ്റോറേജ് ആണ്. അപ്പോൾ ഷാഡോ ബ്ലാക്ക് ആണ് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കളറ്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പ്രൊഡക്റ്റ് നല്ല ലുക്കിലെ കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു ഇതിൽ അൺബോക്സിങ് നമുക്ക് കിട്ടുന്നത് ഒരു നോർമൽ കേസ് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു കേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ യൂസർ ഗൈഡ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം. പിന്നെ അതേപോലെ തന്നെ സിമിജറ്റർ. അപ്പോൾ നമുക്ക് ഇതിനൊപ്പം ഒരു സിമിജറ്ററും കൂടി അതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ബോക്സിൽ വരുന്നത് 33 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇവിടെ USB to Type-C കേബിളാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മളെ മിസ്റ്റർ കിഡാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ടൈമിൽ നോക്കാം. നമുക്ക് ബാക്ക്, അതായത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഷാഡോ ബ്ലാക്ക് ആണ്. അതിൽ തന്നെ ഇതിൻ്റെ സാർ വാല്യൂയും കാര്യങ്ങളൊക്കെ അവിടെ ഈ ഒരു സ്റ്റിക്കറിൽ കൊടുത്തിട്ടുണ്ട്. സോ നോർമൽ ഇന്ത്യയിൽ ഇറക്കാൻ പറ്റുന്ന ആ ഒരു സാർ വാല്യൂയിൽ തന്നെയാണ്, ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റെഡ്മി എന്നുള്ള ഈ ഒരു ലോഗോ, ആ ഒരു ഡിസൈൻ, അതായത് ഈ ഒരു റെഡ്മി എന്നുള്ള എഴുതിയിട്ടുള്ളത് വളരെ ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. നല്ല വൃത്തിയുണ്ട്. അതുതന്നെ നമ്മുടെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഗ്ലോസി എഫക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ പതിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറയിലോട്ട് നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലുള്ള ഒരു ക്യാമറ മൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൽ നിന്ന് ഏകദേശം ഇത്രത്തോളം ക്യാമറ ബമ്പ് കുറച്ച് ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു രീതിയിൽ തന്നെയാണ്, ബോർ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് വരുന്ന ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫിംഗർ പ്രിൻറ്റ്, അതായത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയിലോട്ട് വരുന്ന സമയത്ത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 13 മെഗാ പിക്സലിൻ്റെ AI സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 6.43 ഇഞ്ചിൻ്റെ ഒരു ബിഗ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലോട്ട് നോക്കുന്ന ടൈമിൽ നമുക്ക് സിം എജക്റ്റിംഗ് ട്രേ കാണാനും സാധിക്കും. മുകളിലോട്ട് നോക്കുന്ന ടൈമിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ മൈക്ക്, അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. സോ ഈ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് സ്പീക്കർ ഗ്രില്ലിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടിയിൽ നോക്കുകയാണെങ്കിൽ 5 പോയിൻ്റ് ജാക്കിൻ്റെ ഒരു ഓഡിയോ ജാക്കും ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും Type-C പോർട്ടാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ ഒരു ഔട്ട്ഡോർ ലുക്ക് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഫോണൊന്ന് പവറപ്പ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. പവർഡ് ബൈ ആൻഡ്രോയിഡ് റെഡ്മി. സോ ഇനി നമുക്കിത് ഓണായിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കിനി കാണാം. സോ നമ്മളെല്ലാം സെറ്റ് ചെയ്തു, പവറപ്പ് ചെയ്തു, അതുപോലെ തന്നെ സിം എജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ വന്നിട്ടുള്ളത്.
ആൻഡ് കുഴപ്പമില്ല, നല്ലൊരു ക്ലീൻ ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഒക്കെ ഷാർപ്പ് ബ്ലാക്ക് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, നല്ല പക്ക ക്ലിയർ ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോൺ നമുക്ക് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലൂയിഡ് പോലെയാണ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തോന്നുന്നത്. ആൻഡ് ഇത് നമ്മൾ പകലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോണിൽ ക്യാമറയിൽ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. ബട്ട് ഇത് നേരിട്ട് നോക്കുന്ന ടൈമിൽ നമുക്ക് ഏത് വെയിലെത്തുന്നും ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ്. ഇതൊരു നമ്മളൊരു നോർമൽ യൂസിൽ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് തന്നെ കിട്ടും. ഔട്ട്ഡോറൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഫുള്ള് ഇടേണ്ട ആവശ്യം കൂടെ വരുന്നില്ല. ഏകദേശം ഈ ഒരു മുക്കാൽ ഭാഗം ഇട്ട് വെച്ചാൽ തന്നെ നമുക്ക് ഔട്ട്ഡോർ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നല്ല ക്ലിയറിൽ കിട്ടാനാണ് ഞാൻ ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഇട്ടിട്ടുള്ളത്. നമുക്ക് സ്ക്രീൻ സ്വൈപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ സ്മൂത്തായിട്ടാണ് ഇതിന് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഡിസ്പ്ലേ ആൻഡ് നമ്മൾ ഈ ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് നല്ലൊരു ഫോൺ ഡിസ്പ്ലേ, അതായത് 180 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ടച്ച് സാമ്പിൾ റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ച് ഈ ഒരു ക്യാമറയിലത്തെ കുറച്ച് ഫോട്ടോസ് കൂടെ നമുക്ക് കാണിക്കാം. സോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തന്നെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് ഏകദേശം. അപ്പം ഇനി ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ തുടർന്ന് വരുന്നതായിരിക്കും. സോ എല്ലാവരും മിസ്റ്റർ വ്ളോഗർ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി മിസ്റ്റർ വ്ളോഗറിൻ്റെ ചാനലിൽ തന്നെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഇൻട്രോക്കെ നമ്മളെ ചെറുക്കൻ തന്നെ പറഞ്ഞായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ എടുക്കുന്നത് നമ്മളെ റെഡ്മി നോട്ട് 10 അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഔട്ട്ഡോർ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കിട്ടിയ ആക്സസറീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 30 വാട്ടിൻ്റെ ചാർജറും ഒരു ഡാറ്റ കേബിളും അതേപോലെ തന്നെ ഒരു പൗച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇയർഫോൺ ഒന്നും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടില്ല. 10 തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മൈക്ക് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇതിലൊരു മൈക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ എക്സ്ട്രാ മൈക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ ഫോണിലൊരു മൈക്ക് തന്നെയാണ് ഫോണിലെ മൈക്ക് തന്നെയാണ് ഉള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചേക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.